ബെഡ് സീറ്റ് കണ്ടോ, ഞാൻ നിങ്ങളെ മുന്നിൽ കാണിക്കണം. ബെഡ് സീറ്റ് ഇങ്ങനെയാണ് മനുഷ്യന്മാർ അല്ലേ? ആ, ഇങ്ങനെയാണ് മനുഷ്യന്മാര് നല്ല കാര്യം ചെയ്യാൻ. കണ്ടില്ലേ, ബെഡ് സീറ്റ് നമുക്ക് ഇവിടെ എത്തി. ബെഡ് സീറ്റ് കണ്ടില്ലേ, ബെഡ് സീറ്റ്. ഇങ്ങനെ നല്ല കാര്യം ചെയ്യുന്ന ഒരുപാട് നല്ല ആൾക്കാർ നമുക്ക് കിട്ടുന്ന കണ്ടില്ലേ, ബെഡ് സീറ്റ്. ഇങ്ങനെ ഒരുപാട് നല്ല ആൾക്കാർ ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്ന വ്യക്തിയില്ലാതെ സ്നേഹത്തിൻ്റെ മനസ്സ് പണം നോക്കാതെ ഹലോ, നിങ്ങൾ പൈസ 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 അട്ടി കെടുന്ന് മറിയുക. പൈസ എന്നത് ഇങ്ങനെയാണ് സ്നേഹം, ഇങ്ങനെയാണ് മനസ്സുള്ള ആൾക്കാർ ചെയ്യുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹം കാണിക്കണം. കണ്ടില്ലേ, ഇങ്ങനെയാണ് മനുഷ്യന്മാർ ചെയ്യേണ്ടത്. പിന്നെ കൊണ്ടാറ്റുന്ന ഇങ്ങനെയാണ് മനസ്സ് കാണിക്കേണ്ടത് കേട്ടോ. ഇങ്ങനെയാണ് സ്നേഹം കാണിക്കേണ്ടത്. പൈസ 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 എന്ന് കെട്ടി മറയല്ല ആളുകൾ. പൈസ പൈസ എന്നുകൊണ്ട് കെട്ടി മറയല്ല. ഇങ്ങനെയാണ് ഒരു വ്യക്തി ചെയ്യേണ്ട കടമ. അതാണ് നിറയേറ്റി തന്ന കടമ. ഒരു ബെഡ് ലിസ്റ്റ് മാണിക്കല്ലാള പൂകാറ് കണ്ടില്ലേ, ഇങ്ങനെ ഓരോ സ്നേഹത്തോടെ കാണുന്ന ഒരുപാട് നല്ല മനസ്സുള്ള ആൾക്കാർ ഇന്നും നമ്മുടെ കേരള മണ്ണിലുണ്ട്. ഈ കേരളത്തിൽ കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരുപാട് നല്ല മനുഷ്യന്മാര് ഇന്നുണ്ട്. ഈ നല്ല മനസ്സ് കാണിക്കുന്ന ഇങ്ങനത്തെ നല്ല മനസ്സുള്ള ആൾക്കാരും സ്നേഹത്തിന്റെ കരള് പടച്ചു കൊടുക്കുന്ന ഒരുപാട് വ്യക്തികളായിട്ട് കണ്ടില്ലേ. ഈ ബെഡ് ലിസ്റ്റ് വാങ്ങി തന്ന അവൾക്ക് ഇനിയും ഉണ്ടാകട്ടെ. അള്ളാഹു ഇനിയും വർക്ക് ചെയ്യട്ടെ. അവിടെ ബിസിനസ്സുകളും അവിടെ കമ്പനികളും അവിടെ നല്ല ഭംഗിയായിട്ട് മുന്നോട്ട് പോട്ടെ. അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. ഇതുപോലെ പാകപ്പെട്ടവർക്ക് ഈ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടി കണ്ടില്ലേ, ബെഡ് ലിസ്റ്റ് ബെഡ് ലിസ്റ്റ് വരെ നമുക്ക് വാങ്ങിത്തരുന്ന ഒരുപാട് നല്ല ആൾക്കാർ ഈ സന്തോഷം ഞാൻ അറിയിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യന്മാർ. അല്ലാതെ പൈസ 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 അറിഞ്ഞ് കെട്ടി മറിയലല്ല ആളുകളെ. പൈസ പറഞ്ഞ് പൈസ കെട്ടുമ്പോൾ കിടന്ന് മറിയലല്ല ആളുകളെ. സ്നേഹം കൊടുത്ത് ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൊടുക്കണം. ഇടയ്ക്ക് സ്നേഹം കൊടുത്ത് സ്നേഹിക്കാൻ പഠിക്കണം. അതാണ് പാകപ്പെട്ടവരെ ഇടയ്ക്കിടയ്ക്ക് സ്നേഹം കൊടുത്ത് അവളെ ചോർത്ത് പിടിക്കുക. ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവുള്ളൂ. ഓരോ ആളുകൾ മനസ്സിലാക്കുക. ഓരോ ആളുകൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരായാലും നമ്മളെ പുറത്തുള്ള ആൾക്കാരാണെങ്കിലൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇത്ര നല്ല കാര്യം ചെയ്താലും
പടച്ചവൻ ഭാഗത്തുനിന്ന് ഒരു കൂലി കിട്ടും. കണ്ടില്ലേ, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. ഒരാൾക്ക് ബെഡ് സീറ്റ് വാങ്ങി കൊടുക്കുക, ഒരാൾക്ക് പിന്നെ ബെഡ് വാങ്ങി കൊടുക്കുക, ഇതൊക്കെ നല്ല കാര്യമാണ്. ഇതൊക്കെ പടച്ചവൻ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇതുപോലെ നല്ല ആൾക്കാർ നമുക്ക് വരട്ടെ, ഇതുപോലത്തെ നല്ല ആൾക്കാർ നമ്മളെ മുന്നിലേക്ക് വരട്ടെ. ഇങ്ങനത്തെ ആൾക്കാർ വരട്ടെ. ഇങ്ങനത്തെ ആൾക്കാർ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഇങ്ങനത്തെ ആളുകൾ നമ്മൾ സ്നേഹിക്കാൻ വരട്ടെ. അതുകൊണ്ട് പൈസ അറിഞ്ഞ് കെട്ടി മറിയുന്ന ഒരുപാട് ആൾക്കാരോട് പറയാനുള്ളത്, മാണിക്കല്ലാടൻ പൂവാളെ ഇങ്ങനെ കൊടുത്ത് സ്നേഹിക്കും. ഇങ്ങനെ കൊടുത്തുകൊണ്ട് സ്നേഹിക്കും. ഇങ്ങനെ കൊടുത്ത് സ്നേഹിച്ചാലാണ് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ പാകങ്ങളെ ഒപ്പം നിർത്താൻ നോക്കണം. എവിടേക്ക് പോകുമ്പോൾ പാകങ്ങളെ കൊണ്ടുപോകണം. അവർ ചോർത്ത് പിടിക്കണം. അവർ നിങ്ങളെ കൂടെ, അവർ നിങ്ങളെ ഒറ്റപ്പെടുത്തരുത്. അവർക്കും വേണ്ടി ചെയ്തു കൊടുക്കണം. ഇതൊക്കെയാണ് നല്ല കാര്യം. ഓക്കെ, മാണിക്കല്ലാടൻ പൂവാളെ കുത്തുകളെ ഈ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ ഒരു മനസ്സം ഒരു ബെഡ് വാങ്ങി തന്നെ. കാരണം ഇനിയും മൂപ്പർക്ക് കിട്ടട്ടെ. മൂപ്പയുടെ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ, മൂപ്പയുടെ വരുമാനത്തിലൊക്കെ തിരുപ്പിരിപ്പെട്ട് സന്തോഷമായി പോകാൻ, അതുപോലെ ദിയായുസും പടച്ചവൻ കൊടുക്കട്ടെ. ഇങ്ങനെ നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ. അപ്പോൾ നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് എപ്പോഴും നമ്മൾ എന്നും പറഞ്ഞറിയിക്കാനില്ല. ഈ കൊടുക്കുന്ന ആൾക്ക് പടച്ചവൻ വാരിക്കോരി കൊടുക്കട്ടെ. അതെ, അള്ളാഹു ആയുസ്സും ദിയായുസ്സും നടക്കാനുള്ള തേസികളും അതുപോലെ തന്നെ ഊർജ്ജം അള്ളാഹു നൽകി കൊടുക്കട്ടെ. ഇതുപോലെ നമുക്ക് വേണ്ടി തരുന്ന ഈ ബെഡ്രീസ് തരുന്ന അവൾക്ക് വേണ്ടി ഞാൻ ഫുള്ളായിട്ട് പറയാനില്ല. പേനായാലും അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്ന പേനായിട്ടും ചെറിയ സമ്മാനം, എന്താകട്ടെ ചെറിയ സമ്മാനമാണ് ചെറിയ സമ്മാനം. ഇതൊക്കെ തരുന്ന ചെറിയ സമ്മാനമായാലും വലിയ സമ്മാനമായാലും ഒക്കെ തിരുപ്പിരിപ്പെട്ട് സന്തോഷമായിട്ട് വാങ്ങുന്ന ഒരാൾ നമുക്ക് പേനെന്ന് ചെറിയ പൈസ ആണെങ്കിലും ഒരാൾ നമുക്ക് സന്തോഷമായി കിട്ടുക 2 കിറ്റുക. അങ്ങനെ ഓരോ ആൾക്കാരും, ഒരാൾ നമുക്ക് പൊട്ടിക്കുന്ന പസ, അങ്ങനെ ഓരോ ആൾക്കാരും സന്തോഷമായിട്ട് തരുന്ന നമുക്ക് സന്തോഷം. ഒരാൾ നമുക്ക് പൊട്ടിക്കുന്ന പസ, ഒരാൾ നമുക്ക് സ്കൂട്ടർ വാങ്ങാൻ പൈസ, സ്കൂട്ടർ വാങ്ങാൻ ഒരാൾ നമുക്ക് പാട്ടും പറ്റി എല്ലാം തരുന്നത് സന്തോഷമായിട്ട്. എന്താ കുട്ടിയാ ആയാ നീ കളിക്കല്ലേ? എൻ്റെ പേര്